നേരെ കിച്ചണിലേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കിച്ചനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കിച്ചൻ്റെ ഡിസൈൻ, അതായത് ഓപ്പൺ കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. മൈക്ക ലാമിനേഷനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഭംഗിയായിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ടാപ്പ് ഫിറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുവറിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വർക്ക് ഏരിയയും കൊടുത്ത് മനോഹരമായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്, പെർഗോളാസ് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടാണെന്നുണ്ടെങ്കിലും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പഴയ വീടിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള മച്ചിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോജക്റ്റും കൂടി ആയിരിക്കും ഇത്. ഇവിടെ നിന്ന് കളമശ്ശേരി അതുപോലെ എടപ്പള്ളി എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. പുക്കാട്ടുപടി ജംഗ്ഷൻ വളരെ അടുത്തായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 4 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2 ഒരേ പാറ്റേണിലുള്ള 2 വീടുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഫിനിഷ് ആയിട്ടുള്ള വീട്ടിലേക്ക് പോവാം. 3.5 സെൻറ്റ് സ്ഥലത്തിൽ 1850 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. മനോഹരമായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയും വരുന്നുണ്ട്. പിന്നെ മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും. നമുക്കിനി കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിപ്പമുള്ളൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പിന്നെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടൊരു എലിവേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടൈലിലേക്ക് വരികയാണെങ്കിൽ കടപ്പ ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിൽക്കുന്ന ഭാഗം വെസ്റ്റ് സൈഡാണ്, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ കിണറും വരുന്നുണ്ട്. നല്ലൊരു അടുക്കള വരുന്നുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് ഒന്ന് വരാം. ഇങ്ങനെ ഇപ്പോൾ കാണുന്നത് വെസ്റ്റ് സൈഡാണ്. ഇവിടെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സൗത്ത് സൈഡാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. നടക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ 2 വീലറൊക്കെ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് വന്നുള്ളത്. നേരെ അകത്തേക്ക് കയറാം. കയറുന്ന മേലെ തന്നെയായിട്ട് നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 പീസ് ഡോറാണ് വന്നുള്ളത്. ആ ഡോറിൽ ഡിസൈൻ കൊടുക്കാനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇന്റീരിയറിൽ ഒരുക്കിയിരിക്കുന്നത് മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പഴയ വീടിൻ്റെ മച്ചിനെ ഓർക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേലത്തെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലിറ്ററിങ് സ്റ്റോൺ വർക്കാണ് വന്നുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു TV യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഈ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് മനോഹരമായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് വൈറ്റ് ഡിസൈനിലുള്ള, അതായത് CNC കട്ടിങ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേലെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ്റെ ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗം വരുന്ന കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് ഓരോ പാളി വീതം ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടി. ഇനി നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു വാഷ് ബേസിനാണ് വന്നിട്ടുള്ളത്. അത് പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഗോൾഡൻ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഹാൻഡ് മെയ്ഡ് വാഷ് ബേസും വന്നിട്ടുണ്ട്. പില്ലർ കോക്കും ഒക്കെ അതേ കളർ പാറ്റേണിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വാഷ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റെയറിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറും മറ്റും അതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗം വരുന്ന ഭാഗത്ത് പെർഗോളാസ് ആണ് വരുന്നത്. ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന കിച്ചനാണ്. കിച്ചൺ ഭംഗിയായിട്ടാണ്
ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഹുഡ് ഹോബൊക്കെ അറേഞ്ച് ചെയ്യാം. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കബോർഡിലേക്ക് വരാം. കിച്ചൺ കബോർഡിൻ്റെ കളർ പാറ്റേണിലേക്ക് വരാം. ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള കളറും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നത് ഒരു കോപ്പർ ഡിസൈനും കൂടിയാണ് വന്നുള്ളത്. അപ്പം നല്ല മനോഹരമായിട്ട് കളർ പാറ്റേണിലാണ് ഈ കിച്ചൻ്റെ കബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ സിങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ സിങ്ക് തന്നെയാണ്. ഇറ്റാലിയൻ കളക്ഷൻ്റെ ടാപ്പ് തന്നെയാണ് മൊത്തം വന്നിട്ടുള്ളത്. അത് ഹിൻഡ്യൂർ തന്നെയാണ്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ ടാപ്പ് വരുന്നുണ്ട്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. കിഴക്ക് വശത്ത്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുറ്റുംപുറം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഈ കാണുന്നത് സൗത്ത് സൈഡാണ്, ഈ കാണുന്നത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഏകദേശം ഒരു 14 അടിയോളം നീളവും 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനലിൻ്റെ അടികളെല്ലാം സ്റ്റീലിൻ്റെ ഫ്രെയിമിലാണ് വന്നിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് പോവാം. താഴത്തെ ടൈല് മാറ്റ് ടൈലാണ്. ഭിത്തിയും കൊടുത്തിരിക്കുന്നത് മാറ്റ് ടൈൽ തന്നെയാണ്. ഇവിടെ ഹിൻഡ്യൂവെയറിൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. പിന്നെ ഹിൻഡ്യൂവെയറിൻ്റെ ഇറ്റാലിയൻ കളക്ഷൻ്റെ നല്ലൊരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. എല്ലാം ഹിൻഡ്യൂവെയറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു ഹാഫ് പെഡസ്റ്റൽ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കബോർഡ് കണ്ടില്ല. നേരെ കബോർഡിലേക്ക് വരാം. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന വലിയ കബോർഡും പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ടേബിളുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല വലിപ്പമുള്ളൊരു വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മേലേക്ക് പോകാം, അതായത് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നാനോ ടൈലാണ്. അത് ഗോൾഡൻ ഡിസൈനിലുള്ള ഡോട്ടഡ് ടൈലാണ് വന്നിട്ടുള്ളത്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. മേലെ വുഡ് പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന ടെക്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും യെല്ലോ ടെക്സ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ ഫുള്ള് പെർഗോളാസ് കൊടുത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നിട്ടുള്ളത്. വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും പഴയ മച്ചിൻ്റെ അതേ കളർ പാറ്റേണിലും അതേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അത് കിഴക്ക് വശമാണ്. 3 പാളി ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വെസ്റ്റ് സൈഡാണ്, അവിടെയും ഡോറ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയായിട്ട് ഭംഗിയായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ്. അപ്പർ ലിവിങ് സ്പേസിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. ഇത് സൗത്ത് സൈഡാണ് 3 പാളി ജനൽ. ഇതും 3 പാളി ജനൽ തന്നെയാണ് വെസ്റ്റ് സൈഡിൽ. ഇതിൻ്റെ നീളം വരുന്നത് 14 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. കബോർഡിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അതേ പാറ്റേണിൽ തന്നെയാണ്. ഇവിടെ മിറർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കബോർഡും നല്ലൊരു ബെഡ്റൂമും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴെയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് 3-way മിക്സഡ് ടാപ്പാണ്. അതും ഹിൻഡ്യൂവറിൻ്റെ തന്നെയാണ്. ബാക്കിയെല്ലാം അതേ പാറ്റേണിൽ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12.25 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വിൻഡോസ് വന്നുള്ളത്, അതായത് നോർത്ത് സൈഡിൽ. അതും വലിയ വിൻഡോസാണ് വന്നുള്ളത്. പിന്നെ മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വരാം.
താഴെ നിന്ന് വ്യത്യസ്തമാകുന്നത് താഴെ ഡൈവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3-way മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. താഴത്തെ അതേ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ടൈല് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒരു മാറ്റ് ടൈലാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അതും വുഡിൻ്റെ ടെക്സ്ചറാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ബെഡ്റൂം മേലെ കണ്ടു. ഇനി നമ്മളൊരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനാണ്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അവിടെയും ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അയൺ ടേബിളും മറ്റുമൊക്കെ അവിടെ ഇടാവുന്നതാണ്. പിന്നെ ഭംഗിയായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്നത് നമ്മളിങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. സ്ക്വയർ ട്യൂബിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. 2 സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, പിടിച്ച് കയറാവുന്ന രീതിയിൽ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അതും നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരേ പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. വീട് മൊത്തത്തിൽ ഈ ഒരു ടൈൽ പാറ്റേണാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ടൈൽ തന്നെയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫുണ്ട് ഗ്ലാസ് വരുന്നുണ്ട്, മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3.5 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതേ പാറ്റേണിൽ ഒരു വീടും കൂടി അവൈലബിൾ ആണ്. 4 ബെഡ്റൂമിൻ്റെ വീടും ഇവിടെ അവൈലബിൾ ആണ്. മൊത്തം 4 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. എടുത്തു പറയുകയാണ് പ്രവാസികളോട്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ പ്രോപ്പർട്ടിയും കൂടി ആയിരിക്കും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.